ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഹൈൻഡ് ഫ്ലവറിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫ്ലവർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലവറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ബാക്കിലുള്ള കഥകൾ എന്താണ് ഒരു ബാക്ക് സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോൺസിനെ കുറിച്ച് അല്ലെ ഡിഫറെൻറ്റ് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു എന്താണ് ആ ഒരു പ്ലാന്റ് ഹോർമോൺ ഓരോ ഡിഫറെൻറ്റ് 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവരുടെ സ്പെസിഫിക് ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അത് കൂടാണ്ട് നമ്മൾ സിന്തറ്റിക് ഹോർമോൺസിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിന്തറ്റിക് ഹോർമോൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു. ആ പ്ലാന്റ് ഹോർമോൺസ് പറഞ്ഞ സമയത്ത് സ്പെസിഫിക്കലി നമ്മൾ ഫ്ലവറിങ്ങിനെ കുറിച്ചും ഫ്രൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ് റോൾ ഓഫ് ഹോർമോൺസ് ഇൻ പ്രോസസ് ലൈക്ക് ഫ്ലവറിങ് ഫ്രൂട്ട് ഫോർമേഷൻ ആൻഡ് സീഡ് ഡോമൻസി. ഇപ്പോൾ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഓക്സിൻസ് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ഗിബർലിൻസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട് ഫോർമേഷനും ഫ്ലവറിങ്ങും ഒക്കെ വരുന്ന സമയത്ത് ഗിബർലിൻസിന്റെ റോള് പറഞ്ഞിട്ടുണ്ട്. സീഡ് ഡോർമൻസിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന രണ്ട് ഹോർമോൺസ് എന്ന് പറയുന്നത് ദേ ആർ ഗിബർലിൻസ് ആൻഡ് അബ്സിസിക് ആസിഡ്. ഓർക്കുന്നുണ്ടാവും അല്ലേ. അബ്സിസിക് ആസിഡും ഗിബർലിൻസും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഗിബർലിൻസിന്റെ റോൾ എന്തായിരുന്നു? സീഡ് ഡോർമൻസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഗിബർലിൻസ് ചെയ്തത്. നമ്മുടെ സീഡ് ഡോർമൻ്റ് ആയിട്ടുള്ള സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗിബർലിൻസിന്റെ റോള്. അബ്സിസിക് ആസിഡ് അറ്റ് ദ സെയിം ടൈം എന്തായിരുന്നു ചെയ്തത്? അത് സീഡ് ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു പ്ലാന്റ് ഹോർമോൺസിന്റെ റോള് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഫ്ലവറിങ്ങിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഫ്ലവർ ഫോം ചെയ്യുന്ന എന്നുള്ള അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിൻസ് ആൻഡ് ഗിബർലിൻസിന്റെ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്ലവറിങ്ങിന് ഫ്രൂട്ടിങ്ങിനൊക്കെ കുറിച്ച്. അപ്പോൾ ഫ്ലവറിങ്ങിൽ ഈ ഹോർമോൺസ് ഓക്സിൻസ് ആൻഡ് ഗിബർലിൻസ് കൂടാണ്ട് സർട്ടൻ അതർ ഫാക്ടേഴ്സും കൂടെ ഇൻവോൾവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് പ്രോട്ടീൻസ് ആണ്. സർട്ടൻ പ്രോട്ടീൻസ് ഇൻവോൾവ് ആണ് ഫ്ലവറിങ്ങിന് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഇപ്പം നമ്മുടെ സമ്മറിൽ നമുക്കറിയാം ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന എല്ലാ കാലത്തും നമ്മുടെ എല്ലാ സീസണിലും എന്താണ് സെയിം അല്ല, ഒരുപോലെയല്ല. എല്ലായ്പ്പോഴും 12 മണിക്കൂർ എന്താണ് നമുക്ക് ഡേയും 12 മണിക്കൂർ നൈറ്റും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് സമ്മറും വിന്ററും ഒക്കെ വരുന്ന സമയത്ത് മാറി മാറി എന്ത് ചെയ്യും അതിൻ്റെ ഡ്യൂറേഷൻ മാറുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മറിൽ നോർമലി ഡേ ലെങ്ത് എന്താണ്? സമ്മറിൽ ഡേ ലെങ്ത് എന്താണ് വളരെ കൂടുതലായിരിക്കും അല്ലേ. ഡേ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, നൈറ്റ് എന്ന് പറയുന്നത് കുറവുമാണ്. എന്നാൽ വിന്ററിൽ വരുന്നത് നമുക്ക് ഡേ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവും നൈറ്റ് എന്ന് പറയുന്നത് കൂടുതലുമാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും ഡേ ലെങ്ത് എന്ന് പറയുന്ന ഡേ മോർണിംഗ് എന്ന് പറയുന്നത് ഡേ ടൈം എന്ന് പറയുന്നത് കുറവും നൈറ്റ് കൂടുതലുമാണെന്നുള്ളത് വിന്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം എല്ലാ സമയത്തും എല്ലാ ചെടികളും ഫ്ലവർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ എല്ലാ ചെടികളും സമ്മറിൽ മാത്രമാണോ നമ്മൾ ഫ്ലവറിങ് വരുന്നത്? അല്ല. അല്ലെങ്കിൽ വിന്ററിൽ മാത്രം. ചില ചെടികൾ വിന്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത്. അതുപോലെ ചില ചെടികൾ സമ്മറിലാണ് അവർ എന്ത് ചെയ്യുന്നത് ഫ്ലവറിങ് ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളതാണ് അതിനൊരു ഉത്തരം. നമുക്ക് സമ്മറിലും വിന്ററിലും ചില ചെടികൾ സമ്മറിൽ മാത്രമാണ്, ചില ചെടികൾ വിന്ററിൽ മാത്രമാണ് ഫ്ലവറിംഗ് ഒക്കെ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേ ലെങ്ത്തും നൈറ്റ് ലെങ്ത്തും നോക്കിയിട്ടാണ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോർമോൺസ് കൂടാണ്ട് എന്തൊക്കെ വരുന്നുണ്ട് ഫ്ലവറിങ്ങിൽ വരുന്ന ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഫ്ലവറിങ്ങിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നു വെച്ച് കഴിഞ്ഞാൽ റോൾ ഓഫ് ഹോർമോൺസ് പറയാം അല്ലേ. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഓക്സിൻസും ഗിബർലിൻസും പറയാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറയുന്നത് സർട്ടൻ പ്രോട്ടീൻസ് ആണ്, പ്രോട്ടീൻസ് ഇൻവോൾവ് ആണ്. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഈ മൂന്ന് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലവറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് നോക്കാം. നമുക്കറിയാം ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ് എന്ത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പോലെ തന്നെ ഫ്ലവേഴ്സിന് ഉണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, പ്ലാന്റ്സിന് ഉണ്ടാവുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആനിമൽസിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കേസിലും റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക, അല്ലെ നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കുന്നതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്ലാന്റ്സിന്റെ കേസിൽ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈൽ ഫ്ലവറിംഗ് ആണ്. വിത്ത് ഫ്ലവറിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ. ഇറ്റ് ബിഗിൻസ് വിത്ത് ഫ്ലവറിംഗ്. ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ദ റീപ്രൊഡക്ഷൻ ബിഗിൻസ് വിത്ത് ദ ഫ്ലവറിംഗ് ആണ്. അപ്പോൾ ഫ്ലവറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ആയിട്ട് നമ്മൾ ഹോർമോൺസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡയറക്ട്ലി അത് കണക്റ്റഡ് ആണ് എന്നുള്ളത് പറയാം. അപ്പോൾ ഈ റെസ്പോൺസ് നമ്മുടെ പ്ലാന്റ്സിന് ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഇപ്പം നമ്മൾ ഇതാണ് 24 hours എന്താണ്, ഇതാണ് ഒരു 24 hours സൈക്കിൾ എന്ന് വിചാരിക്കാം. ചില സീസണിൽ ഇത് ഡേ ടൈം ആണ്, ഇത് നൈറ്റ് ആണ്. അനദർ സീസൺ വരുന്ന സമയത്ത് ഡേ ലെങ്ത് കൂടുതലും നൈറ്റ് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് എന്ന ഡിഫറൻസ് വരുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റിനെയാണ് നമ്മൾ ഈ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്തിനനുസരിച്ച് പ്ലാന്റ്സിന്റെ റെസ്പോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ മീൻസ് ലൈറ്റ് ആണ്. അപ്പോൾ ലൈറ്റ് കിട്ടുന്ന എത്രത്തോളം ടൈം കിട്ടുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോട്ടോ പീരീഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോട്ടോ പീരിയോഡിനോട് പ്ലാന്റ്സിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അതിനെയാണ് എന്ത് പറയുന്നത്, ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദ ഫോട്ടോ പീരിയഡ് ഈസ് നോൺ ആസ് ഫോട്ടോ പീരിയോഡിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ഫോട്ടോ പീരിയോഡിസത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, the plants regulate flowering time, pollination and seed formation. ആ ഫോട്ടോ പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ എത്രയാണ് ഡേ ടൈം, എത്രയാണ് നൈറ്റ് ലെങ്ത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് സീഡ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലവറിങ് ടൈമിനെയും അതുപോലെ പോളിനേഷൻ ടൈമിനെയും സീഡ് ഫോർമേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞപ്പോൾ ഹോർമോൺസിന്റെ ഓക്സിൻസ് ആൻഡ് ഗിബർലിൻസ് ഫംഗ്ഷൻ പറഞ്ഞു. ദെൻ ഫോട്ടോ പീരിയഡിസം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റിന്റെ കണ്ടീഷനും നമ്മൾ പറഞ്ഞു. ഇനി പറയുന്ന നമ്മളൊരു പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ പ്രോട്ടീനാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ്. ഒരു പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കളർ നൽകുന്ന അല്ലേ. അപ്പോൾ ഫൈറ്റോക്രോം എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് ആണ്. ഇറ്റ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ ഫോട്ടോ പീരിയഡിസം. ഫോട്ടോ പീരിയഡിസത്തിന് ഒരു മേജർ റോൾ വഹിക്കുന്ന ആളാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്, ഫൈറ്റോക്രോം എന്ത് ചെയ്യും, എത്ര ലെങ്ത് ഉണ്ട്, ഡേ ആണോ ഡേ ലെങ്ത് കൂടുതലാണോ, നൈറ്റ് ആണോ കൂടുതൽ, ഡേ ആണോ കൂടുതൽ എന്നൊക്കെ പെർസീവ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നതാണ്, അത് നമ്മുടെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യും, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്, ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാണോ ചെയ്യേണ്ടത്, അത് ഇടനായി നിൽക്കുകയാണോ വേണ്ടതെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈറ്റോക്രോം എന്ന് പറയുന്നത് നോർമലി സിന്തസൈസ് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ് അറ്റ് ദ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പോൾ പ്ലാന്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് അപ്പെക്സിൽ കാണപ്പെടുന്ന ഈ ഒരു റീജിയനിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈറ്റോക്രോംസ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഫുള്ളി ഡെവലപ്പ് മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ലീവ്സിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഫൈറ്റോക്രോംസ് കാണപ്പെടുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീവ്സിലേക്ക് ലെങ്ത് ഓഫ് ഡേയും നൈറ്റും അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഫൈറ്റോക്രോം വഴി റിസീവ് ചെയ്ത് നേരെ എന്ത് ചെയ്യും, ദേ ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ടു ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ടു ഇൻഡ്യൂസ് ഫ്ലവറിങ്. അവിടെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് സിഗ്നൽ കൊടുക്കുക, ഇവിടെ എത്ര ലെങ്ത് ഉണ്ട് ഡേ ടൈം, ഇവിടെ കൂടുതൽ സൺലൈറ്റ് കിട്ടിയിട്ട്. എങ്ങനെയാണ് ഡേ ലെങ്ത് അവർ മെഷർ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നുണ്ടാവുക, ഒരുപാട് സമയം സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഡേ ലെങ്ത് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 24 hours ആണല്ലോ ഒരു ഡേ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു 12 hours എന്താണ് ഒരു 10 hours സൺലൈറ്റ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തും എന്താണ് ബാക്കിയുള്ള 12 hours എന്ന് പറയുന്നത് നൈറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ 12 hours or 13 hours നമുക്ക് സൺലൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ലെങ്ത് കൂടുതലാണ് എന്ന് നമുക്ക് ചെടിക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കും, പ്ലാന്റിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സൺലൈറ്റ് എക്സ്പോസ് ആവുന്ന സമയത്ത് ഫൈറ്റോക്രോം എന്ത് ചെയ്യും, ഫൈറ്റോക്രോം അത് സെൻസ് ചെയ്യും. നമ്മുടെ പ്ലാന്റിന്റെ ലീഫിൽ സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ ഫൈറ്റോക്രോംസ് മെച്യൂർ ലീവ്സിലുള്ള ഫൈറ്റോക്രോംസ് എന്ത് ചെയ്യും, ഇത് ഇത്ര ടൈം സൺലൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, സോ ഇത് ലെങ്ത് ഡേ ടൈം കൂടുതലാണ് എന്നുള്ള ഒരു സിഗ്നൽ എന്ത് ചെയ്യും,
ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് അത് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിന് അക്കോർഡിംഗ് ആയിട്ട് അത് ആ ഫ്ലവറിങ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് അവിടെ മെരിസ്റ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് സർട്ടൻ ജീൻസിന് എന്ത് ചെയ്യും, അവിടെ സർട്ടൻ ജീൻസ് ഇൻവോൾവ് ഫ്ലവറിങ്ങിൽ ഇൻവോൾവ് ആവുന്ന സർട്ടൻ ജീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ആ ഒരു ബഡ് ഫ്ലവറിങ് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള പ്രോസസ്സ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അതിന് ഇനീഷ്യലി എന്ത് ചെയ്യാം, പറഞ്ഞു തുടങ്ങാം അല്ലേ. ഒന്നും കൂടെ ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കത് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, നമുക്ക് ഓൾറെഡി ഫ്ലവറിങ്ങിൽ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിൻസ് ആൻഡ് ഗിബർലിൻസിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ഇനി നമ്മളപ്പോൾ പറയാൻ പോകുന്നത് അടുത്തത് എന്ന് പറയാൻ പോകുന്നത് ഡേ ആൻഡ് നൈറ്റ് ലെങ്തിൻ്റെ എന്താണ് ഇൻഫ്ലുവൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. ഡേ ആൻഡ് നൈറ്റിൻ്റെ ലെങ്തിനെയാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിനുള്ള അതിൻ്റെ റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നത്, റെസ്പോൺസ് ആണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. എത്ര ലെങ്ത്, എത്ര ടൈം നൈറ്റ് ഉണ്ട്, എത്ര ടൈം ഡേ ടൈം ഉണ്ട് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നിട്ട് അതിന് റെസ്പോൺസ് ആണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോ പീരിയോഡിസത്തിനെ ബേസ് ചെയ്തിട്ട് പ്ലാന്റ് റെഗുലേറ്റ് ദയർ ഫ്ലവറിങ്. അപ്പോൾ ഈ ഫ്ലവറിങ് റെഗുലേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഫോട്ടോ ലൈറ്റ് ഇത്ര കൂടുതലാണ്, ലൈറ്റ് ഡേ ടൈം കൂടുതലാണ്, നൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഡേ ടൈം കുറവാണ്, നൈറ്റ് കൂടുതലാണെന്നൊക്കെ പ്ലാന്റ് സിഗ്നൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫൈറ്റോക്രോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാമത്തെ ഫാക്ടറാണ്. ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്. ഫൈറ്റോക്രോം എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. യൂഷ്വലി എവിടെയാണ്, അതിൽ മെച്യൂർ ലീവ്സിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ കാണപ്പെടുന്ന മെച്യൂർ ലീവ്സിലാണ്. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ കാണപ്പെടുന്ന മെച്യൂർ ലീവ്സിലാണ് ഷൂട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന മെച്യൂർ ലീവ്സിലാണ് ഈ ഫൈറ്റോക്രോംസ് എന്ത് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ, ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞത്, സൺലൈറ്റ് എക്സ്പോഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സൺലൈറ്റ് എക്സ്പോഷർ ചെയ്യുന്നത് എന്ത് ചെയ്യും, ഈ ഒരു ഫൈറ്റോക്രോം സൺലൈറ്റ് എക്സ്പോഷർ ഡിറ്റക്ട് ചെയ്യും. സൺലൈറ്റ് എക്സ്പോഷർ അവിടെ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റോക്രോം എന്ത് ചെയ്യും, ഇത്ര ടൈം ഡേ ലെങ്ത് ഉണ്ട്, ഇത്ര ടൈം നൈറ്റ് ഉണ്ട് എന്നുള്ളത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് സിഗ്നൽ പാസ് ചെയ്യും. സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ജീൻസ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇൻഡ്യൂസ് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ പറഞ്ഞു, അതിൻ്റെ കൂടെ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ആണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അവിടെ ഡേ ലെങ്ത്തും നൈറ്റും നമ്മുടെ ഫൈറ്റോക്രോം എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിറ്റക്ട് ചെയ്യുന്ന ഡേ ലെങ്ത്തും നൈറ്റും ഡിറ്റക്ട് ചെയ്യുന്ന മെച്യൂർ ലീവ്സിൽ ഷൂട്ട് അപെക്സിൽ കാണപ്പെടുന്ന മെച്യൂർ ലീവ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റോക്രോംസ് ഉണ്ട്. ഈ ഫൈറ്റോക്രോംസ് നേരെ എന്ത് ചെയ്യും, ഫൈറ്റോക്രോംസ് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. ദെൻ ആ ഡിറ്റക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ദേ പാസ് എ സിഗ്നൽ ടു ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. അപ്പോൾ അവിടെയുള്ള ജീൻസ്, നമ്മുടെ ഈ ഒരു ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇത് വരക്കുകയാണെങ്കിൽ എന്ത് നോക്കാം, ഫൈറ്റോക്രോം സൺലൈറ്റ് എക്സ്പോഷർ എവിടേക്കാണ് നമ്മുടെ സൺലൈറ്റ് എക്സ്പോഷർ ചെയ്യുന്നത്, മെച്യൂർ ലീവ്സിലേക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവും. അവിടെ ഉണ്ടാവുന്ന ആരാണത് ഡിറ്റക്ട് ചെയ്യുന്നത്, ഫൈറ്റോക്രോം ഡിറ്റക്ട്സ് ദ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ അല്ലേ, എത്ര സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ആ മെച്യൂർ ലീവ്സിൽ നിന്ന്, എവിടെയാണ് മെച്യൂർ ലീവ്സ് കാണപ്പെടുന്നത്, ഷൂട്ട് അപെക്സിലാണ് എന്നുള്ളത് ഓർക്കുക. ഷൂട്ട് അപെക്സിലുള്ള മെച്യൂർ ലീവ്സ് ആണ്. ദെൻ അത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് അത് സിഗ്നൽ പാസ് ചെയ്യും. ദേ പാസ് എ
ഇവിടേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യും. സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലുള്ള സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇറ്റ് stimulates the genes that controls flowering. ആ സ്റ്റിമുലേഷൻ നടന്നു കഴിഞ്ഞാൽ it induces that stimulation of the genes that control flowering induces the flowering എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സിമ്പിളായിട്ട് നമ്മുടെ സൺലൈറ്റ് എക്സ്പോഷറിന് ഇതെന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യുന്ന ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സൺലൈറ്റ് എക്സ്പോഷറിൽ വ്യത്യാസം ഉണ്ടാവും. ഷൂട്ട് അപെക്സ് മെച്ചൂർ ലീസ് അറ്റ് ദ ഷൂട്ട് അപെക്സ് detects the duration of exposure and passes a signal to the shoot apical meristem and shoot apical meristem, and at the shoot apical meristem it stimulates the genes that controls flowering, and this stimulation induces the flowering എന്നുള്ളതാണ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബിഹൈൻഡ് ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളത്. ഇപ്പോൾ ബിഹൈൻഡ് ഫ്ലവറിങ്ങിൽ നമുക്ക് മെയിനായിട്ട് 3 മേജർ റോൾസ് പറയുന്നത് ആരൊക്കെയാണ്? പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഓക്സിൻസ് ആൻഡ് ഗിബർലിൻസിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. ദെൻ നമുക്ക് പറയാനുള്ളത് ഫോട്ടോ പീരിയോഡിക് ലെങ്ത് ആണ്. ഡേ ആൻഡ് നൈറ്റ് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഫൈറ്റോക്രോം എന്നും കൂടെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിവിടെ പറയാനുള്ള നമ്മുടെ ഇവിടെ സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്താണ് വാട്ട് ഇസ് ഫോട്ടോ പീരിയോഡിസം? നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഫോട്ടോ പീരിയോഡിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുന്നത്? ഫോട്ടോ പീരിയോഡിസത്തിൻ്റെ ഒരു നമുക്ക് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിനൊരു വാട്ട് ഇസ് ഫോട്ടോ പീരിയോഡിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് this is the response of plants to the length. This is the response of plants to the length of day and night. അതിന് നമ്മൾ എന്ത് പറയും? ഡേ ആൻഡ് നൈറ്റിൻ്റെ ലെങ്ത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ പീരിയഡ് എന്നല്ലേ? ഫോട്ടോ പീരിയഡ് എന്നാണ് നമ്മൾ ആ ഡേ ആൻഡ് ലെങ്ത്തിന് പറയുന്നത്. ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളതാണ് ഫോട്ടോ പീരിയഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ്, അല്ലെങ്കിൽ ദ പ്ലാന്റ്സ് regulate flowering based on these responses. What is photoperiodism in the social? What is photoperiodism? This is the response of plants to the length of day and night, that is photoperiod, and the plants regulate the flowering based on these responses. That means based on the photoperiodic responses. Then what is phytochrome? Phytochrome എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ടേം എന്തായിരുന്നു? അതൊരു എന്താണ്? ഒരു പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഫൈറ്റോക്രോം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് താഴേക്ക് എഴുതാം, ഇവിടെ എഴുതാം. എന്താണ് ഫൈറ്റോക്രോം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് pigment that plays a major role in photoperiodism. It is a light sensitive pigment that plays a major role in photoperiodism, and it is synthesized. എവിടെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? it is synthesized in the fully mature അല്ലെങ്കിൽ fully ഡെവലപ്ഡ് അല്ലെങ്കിൽ നമുക്കതിന് ഒരു സിംഗിൾ ടേമും കൂടെ ഫുള്ളി ഡെവലപ്ഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് മെച്യൂർ എന്നും കൂടെ പറയാൻ പറ്റും.
fully developed leaves or mature leaves, and perceives the length of day and night, length of day and night. അപ്പോൾ എന്താണ് ഫൈറ്റോക്രോം എന്ന് വെച്ച് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെന്റ് ദാറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഫോട്ടോപെരിയോഡിസം and it is synthesized in the fully developed or mature leaves and perceives the length of day and night through എങ്ങനെയാണ് by detecting sunlight exposure, സൺലൈറ്റിൽ എത്രത്തോളം സൺലൈറ്റ് എക്സ്പോഷർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ അനദർ വൺ നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് ഫ്ലവറിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലവറിങ് എന്താണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിങ് ഈസ് ദ reproductive process. Flowering is the reproductive process in plants. പ്ലാന്റ്സിൽ കാണുന്ന ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്സാണ് ഫ്ലവറിങ് എന്ന് പറയുന്നത്. Flowering is stimulated by specific conditions. It begins reproduction leading to reproduction നടന്നു കഴിഞ്ഞാൽ അതായത് നമ്മുടെ എന്തായാലും leading to pollination and seed formation. Genes that control flowering are stimulated by the response of phytochrome to the photoperiod or photoperiodism എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് 3 ടേംസ് ആയിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ടേംസ് എന്ന് പറയുന്നത്? ഫോട്ടോപീരിയോഡിസം. വാട്ട് ഇസ് ഫോട്ടോപീരിയോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് plants to the length of day and night or similarly to the photoperiod. This is the response. Photoperiodism is the response of plants to the photoperiod or to the length of day and night, and the plants regulate the flowering based on these responses. That means based on these photoperiodic responses. And what is phytochrome? It is a light sensitive pigment. Phytochrome is a light sensitive pigment that plays a major role in photoperiodism. ഫോട്ടോപീരിയോഡിസത്തിലെ മേജർ റോൾ വരുന്നത് ഫൈറ്റോക്രോംസിനാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. നമുക്കറിയാം ഇതിൻ്റെ കെമിക്കൽ നാച്ചർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ഫുള്ളി ഡെവലപ്ഡ് ഓർ മെച്യൂർ ലീവ്സ് ആൻഡ് പെർസീവ്സ് ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ബൈ ഡിറ്റക്ടിങ് സൺലൈറ്റ് എക്സ്പോഷർ. ദെൻ വാട്ട് ഇസ് ഫ്ലവറിങ് അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ this is the reproductive process in plants. Flowering എന്ന് പറയുന്നത് എന്താണ്? reproductive process ആണ്. Flowering is stimulated by specific condition. What are the condition? It begins by reproduction leading to pollination and seed formation. Genes that control flowering are stimulated by the response of phytochrome to the photoperiodism. അപ്പോൾ certain conditionsലാണ് ഇത് stimulate ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഫോട്ടോ പീരിയഡ് എന്ത് ചെയ്യാണ്? നമ്മുടെ ഫൈറ്റോക്രോംസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഡിറ്റക്ട് ചെയ്യാണ്. അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് നേരിട്ട് ഷൂട്ട് അപെക്സിലുള്ള ഫൈറ്റോക്രോംസ് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് സിഗ്നൽ പാസ് ചെയ്യാണ്.
സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ജീൻസ് ദാറ്റ് കൺട്രോൾസ് ദ ഫ്ലവറിങ് എന്ത് ചെയ്യും, അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് സ്റ്റിമുലേഷൻ ലീഡ്സ് ടു the flowering induces the flowering. Okay, that is the behind flowering എന്ന ഒരു ടോപ്പിക്കിന് നമ്മൾ പറയുന്നത് ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ബിഹൈൻഡ് ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഹോർമോൺസ് ആണ്. ദെൻ ഫോട്ടോ പീരിയോഡിസം അല്ലെങ്കിൽ ഫോട്ടോ പീരിയോഡിനോടുള്ള റെസ്പോൺസ്. മൂന്നാമത്തെ വരുന്നത് ഒരു പ്രോട്ടീനാണ്. ദാറ്റ് പ്രോട്ടീൻ ഈസ് കോൾഡ് ഫൈറ്റോക്രോം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇത്രയാണ് എന്ത് പറയുന്നത് ബിഹൈൻഡ് ഫ്ലവറിങ് എന്നത് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.